ഇന്നത്തെ നമ്മളുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. മുട്ട വെച്ചിട്ടാണ് നമ്മളൊരു ഈവനിങ് സ്നാക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. എളുപ്പത്തിലും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിതാ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 6 7 വറ്റൽമുളകാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. വറ്റൽമുളക് അരമണിക്കൂർ മുമ്പ് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. കൂടെ തന്നെ ഇതിലേക്കൊരു കൈപ്പിടി അളവിൽ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് അത്യാവശ്യം വലിയൊരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു പകുതി നാരങ്ങയാണ്. അതിൻ്റെ കുരു ഒഴിവാക്കിയിട്ട് ജ്യൂസ് നമുക്കിതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ്. 4 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ്. ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. ഇനി ഒരു പാൻ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 സവാള ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ടും കൂടെ ഇതുപോലെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കണം. നന്നായിട്ട് വഴറ്റിയിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കുക. അപ്പോൾ സവാളയും ക്യാപ്സിക്കം ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. വേറെ മസാലകളൊന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മളിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഒരു മസാലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മസാലയും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചെറു തീയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് എരിവ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ആയാലും മതി, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇതൊരു പാകത്തെ എരിവായിരുന്നു. എല്ലാം ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. മുട്ടയിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാനായിട്ട് ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമുക്കൊന്നത് വേവിച്ചെടുക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളിതിലേക്കൊരു 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതിപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്നാക്കിലേക്കുള്ള ഫില്ലിങ് റെഡിയാണ്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് മിക്സിയുടെ വലിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് നിറച്ചും എടുത്തിട്ടുണ്ട്, 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാലും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാന് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണ ആയാലും മതി. ഇനി പാനൊന്ന് നന്നായിട്ട് ചൂടായി വന്നാൽ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ ഇതിലേക്ക് പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പകുതി ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലാണ് തീ വെക്കേണ്ടത്. 5 മിനിറ്റിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മസാല ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ല ഫില്ലിംഗ് ആക്കിയിട്ട് ഇതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാല എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഞാനിതൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ മുകളിലൂടെ ആ മസാല കാണാത്ത വിധത്തിൽ നമ്മൾ ബാക്കിയുള്ള മാവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതാ ഗ്യാസ് സ്റ്റൗവിലേക്ക് ഒരു പഴയ പാനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലാണ് നമ്മളുടെ സ്നാക്കിൻ്റെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റാണ് എനിക്ക് കുക്കിംഗ് ടൈം വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തർ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ട് കുക്കിംഗ് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതാ ഒരു പകുതി വന്നപ്പോൾ ഞാനതിൻ്റെ മുകളിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ 15 മിനിറ്റിന് ശേഷം നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പകുതി വെന്ത ടൈമിൽ ഞാൻ അതിൻ്റെ മുകളിൽ ഒരല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് വേറൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ അതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. മുട്ട വെച്ചിട്ട് നമ്മൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ഇതും കൂടെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.